വോളിയത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രപഞ്ചം അതിൻ്റെ സന്തുലനത്തിൽ നിലനിർത്താനുള്ള ത്രാസാണ്, അമാനത്താണ്. അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന് അഹ്സാബ് 73 പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ന അറളിനാൽ അമാനത അല സമാവാതി വൽ ജിബാല വഅശ്ഫഖന മിൻഹാ വഅമലഹ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. നിശ്ചയമായിട്ടും നാം അമാനത്ത് എന്ന പ്രപഞ്ചം അതിൻ്റെ സന്തുലനത്തിൽ നിലനിർത്താനുള്ള ത്രാസ്, മീസാൻ എന്ന് പറഞ്ഞാൽ അർ-റഹ്മാനിൽ പറഞ്ഞ മീസാൻ, അല്ലെങ്കിൽ ഹദീദ് 25 പറഞ്ഞ എല്ലാ റസൂലുമാരോടൊപ്പം മീസാനും അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മീസാൻ ചൂണ്ടിക്കാണിച്ചു, പ്രദർശിപ്പിച്ചു, നേരെ നീട്ടി. അല്ല സമാവാത്ത് വല്ലാതെ ആകാശം കൊള്ളയും ഭൂമി കൊള്ളയും വൽ ജിബാല പർവ്വതങ്ങൾ കൊള്ളയും ഫഅബൈന അയ്യഹ്മിൽന, എന്നാൽ അവയെല്ലാം അവ വഹിക്കുന്നതിന് വിസമ്മതിച്ചു, കൂട്ടാക്കിയില്ല. വഅശ്ഫഖന മിൻഹ, അതിനെ കുണ്ഠിതപ്പെട്ടു, അതിന് കിടിലം കൊണ്ടു. വഹ്മലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് വഹിക്കേണ്ടായി. ഇന്നഹു കാന ളലൂമൻ ജഹൂല, നിശ്ചയമായിട്ടും അവൻ അക്രമിയും വിഡ്ഢിയുമായിരുന്നു. അതായത് പ്രപഞ്ചം അതിൻ്റെ സന്തുലനത്തിൽ നിലനിർത്താനുള്ള അമാനത്തായ ത്രാസായ ഖുർആനിൻ്റെ ആശയം, ഖുർആനല്ല ഖുർആനിൻ്റെ ആശയം അദ്ദിഖർ അത് സ്വീകരിക്കുകയും എന്നാൽ അത് വേണ്ട മാതിരി ഉപയോഗിക്കുന്നില്ല, അവൻ്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ അക്രമിയും ജാഹിലുമായത്. അക്രമിയായത് അതാണ്, സ്വയം ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ നൽകുന്നുമില്ല. മുസ്ലിങ്ങൾ തന്നെയാണ് ഇന്ന് അക്രമികളും കാഫിറുകളും ഒക്കെ. ഈ ഖുർആൻ്റെ ആശയം തള്ളിപ്പറയുകയും മൂടിവെക്കുകയും അത് സ്വയം ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അവരെ പറ്റി അനാം 26 ഇങ്ങനെയാണ് പറയുന്നത്, വഹും അവർ, അന്ന് മക്കാ മുശ്രിക്കുകളെ ആണെങ്കിൽ അവർക്ക് ഖുർആൻ ക്രോഡീകരിച്ച് കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങളെ കുറിച്ച് തന്നെയാണ് ആ പറയുന്നത്. അഥവാ അസീസായ അതുല്യമായ ദിക്ർ കിട്ടിയതിനു ശേഷം, പ്രപഞ്ചം അതിൻ്റെ സന്തുലനത്തിൽ നിലനിർത്താനുള്ള ത്രാസായ ദിക്ർ കിട്ടിയതിനു ശേഷം വഹും അവർ, മുസ്ലിങ്ങൾ, ഫുർഖാൻ 18 പറഞ്ഞ കെട്ട ജനത, കൗമംബൂറ എന്ന് പറഞ്ഞ കെട്ട ജന, അല്ലെങ്കിൽ ഫുർഖാൻ 30 മുഹമ്മദ് റസൂലുള്ള ഏതൊരു ജനതയ്ക്ക് എതിരായിട്ടാണോ അന്യായം ബോധിക്കുന്നത്, എങ്ങനെ വഖാല റസൂൽ പറയുകയും ചെയ്യും വിചാരണ നാളിൽ, ഇന്ന റബ്ബി വഖാല റസൂൽ യാ റബ്ബി, എൻ്റെ നാഥ, ഇന്ന ഖൗമി, എൻ്റെ ഈ ജനത, നിശ്ചയം എൻ്റെ ഈ ജനത ഖുർആൻ മഹ്ജൂറ, ഈ ഖുർആന് ഹിജ്റ അഗണ്യമായി, അതായത് അതിന് കാര്യബോധത്തോടു കൂടി സ്വീകരിച്ചില്ല, അതിനെ അവഗണിച്ചു. ഇതാണ് ഇവർക്ക് വന്ന ദുർഗതി എന്ന് അന്യായം ബോധിപ്പിക്കുന്നവരമാണ് രംഗമാണ് ഫുർഖാൻ 30 വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അക്രമികളായിട്ട്, അക്രമം തന്നെ സ്വയം ഉപയോഗിച്ചില്ല. വഹും യൻഹൗന അൻഹു, അവരതിനെ തൊട്ട് ജനങ്ങളെ തടഞ്ഞു, ഉപയോഗിക്കാൻ കൊടുക്കാതെ. വയൻ ഔനാന്നു, അതിനെ തൊട്ട് അവരെയും തടഞ്ഞു. വയ്യുഹലിക്കുന്ന ഇല്ല അംഫുസും, അവർ അവരെ തന്നെ അല്ലാതെ നശിപ്പിക്കുന്നില്ല. വമായ സ്വനൂൻ, എന്നാൽ അവരത് തിരിച്ചറിയുന്നില്ല. അത് അമാനത്തായ പ്രപഞ്ചം നിലനിർത്താനുള്ള ത്രാസായ ഖുർആന്റെ ആശയം സ്വയം ഉപയോഗിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് നൽകാതിരിക്കുകയും ചെയ്യുക വഴി പ്രപഞ്ചം നശിപ്പിച്ചതിനുള്ള പാപഭാരം അവരാണ് വഹിക്കേണ്ടി വരിക. അതാണ് ഖുർആൻ 99-100 പറഞ്ഞത്. ആരാണോ ദിക്ർ, ഖുർആന്റെ ആശയം കൊള്ള അന്ധത നടിച്ചത്, അവര് അത് മറ്റുള്ളവർക്ക് നൽകാതിരുന്നത്, പ്രജ്ഞാറ്റവരായി നിലകൊള്ളുന്നത്, അവര് ഖിയാമത്ത് നാളിൽ പാപഭാരം വഹിക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ ഖുർആന്റെ ആശയം അവതരിപ്പിച്ചതായ ജാഹിൽ എന്ന് പറഞ്ഞാൽ അവിവേകി എന്ന് പറഞ്ഞാൽ പ്രജ്ഞാറ്റവൻ, അക്രമി എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് മൂടി വെക്കുന്നവൻ, അവർ രണ്ടുപേരുമാണ്. എന്തിനാണ് ഈ അമാനത്തായ ഖുർആൻ ഇറക്കിയതെന്ന് അടുത്ത സൂക്തത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ലിയഅദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളായ പുരുഷന്മാരെയും കപടവിശ്വാസികളായ സ്ത്രീകളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടി
കപട വിശ്വാസികൾ തൗബ 67 പറഞ്ഞു, അവര് തിന്മയെ കൽപ്പിക്കുള്ളൂ, നന്മ കൽപ്പിക്കുള്ളൂ. അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം ഉപയോഗപ്പെടുത്താതെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അതുമാതിരി അവരുടെ സംഘടനാ ഗ്രന്ഥങ്ങളും, സംഘടന പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ആ സംഘടനയെ, അവരുടെ സംഘടനയെ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരീഹൂൻ, എല്ലാ ഓരോ സംഘവും അവരുടെ പക്കലുള്ളതിൽ നിഗളിച്ചുല്ലസിച്ച് കഴിഞ്ഞുകൂടിയാണ്. റൂം 33 അതേമാതിരി മുഅ്മിനൂൻ റൂം 32 മുഅ്മിനൂൻ 53 പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളൊക്കെ വിവിധ സംഘങ്ങളായി, ഹിസ്ബ് അതിന് ബഹുവചനമാണ് അഹ്സാബ്, അതായി പിരിഞ്ഞ് മുശ്രിക്കുകളായി തീർന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏകസംഘം ആദ്യം മുതൽ അന്ത്യനാൾ വരെയുള്ള ഏകസംഘം മാത്രമാണ് അള്ളാഹുവിൻ്റെ സംഘം. ബാക്കിയുള്ള എല്ലാ സംഘങ്ങളും പിശാചിൻ്റെ സംഘമാണ്. പിശാചിൻ്റെ സംഘമാണ് എന്ന് മുജാദില 19 കാണാം. അള്ളാഹുവിൻ്റെ ഏകസംഘം മുജാദില 22 പറഞ്ഞ് ഏകസംഘം അതിൽ 1001 മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. അതായത് ഖാലിസായ അടിമകൾ, അവനെ മാത്രമേ പിശാച് പാട്ടിലാക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഖുർആൻ്റെ ആശയം, അമാനത്തായ ഖുർആൻ്റെ ആശയം അവതരിപ്പിച്ചിട്ടുള്ളത് കപടവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, അള്ളാഹ് എന്ന് പറയാൻ അറിഞ്ഞിട്ട് ശിർക്ക് ചെയ്യുക, അള്ളാഹിനെ ഉറക്കിക്കടത്തി അള്ളാഹ് കാണുന്നില്ല എന്ന ബോധത്തിൽ, അല്ലെങ്കിൽ വിവിധ സംഘടനകൾ, ഗോത്രമായ്മ, സമുദായമായ്മ, ദേശമായ്മ എല്ലാം പാലിച്ചുകൊണ്ട് വിശ്വാസിയായ അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം വഹിക്കാതെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ പങ്കുചേർക്കുന്നത്. അങ്ങനത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയും വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത് ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇറക്കിയത്, ഖുർആൻ്റെ ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതെ അള്ളാഹു വിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകളുടെയും മേൽ അവരുടെ പക്ഷാതാപം സ്വീകരിക്കാനുമാണ് ഖുർആൻ്റെ ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഏതൊരു വിശ്വാസി ആണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ, ഈ ഖുർആൻ്റെ ആശയം വായിച്ചിട്ട് എൻ്റെ വഴി ശരിയല്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞ് ഖുർആൻ്റെ വഴിയിൽ അത് വായിക്കുകയും അത് ആദ്യാവസാനം വായിക്കുകയും അള്ളാഹുവിനോട് ഏറ്റുപറയുകയും അതേമാതിരി അവർ ഏതിൻ്റെ അഭാവത്തിലാണോ ഖുർആൻ്റെ ആശയത്തിൽ അറിവ്, അതാണ് അറിവ്, ആ അറിവിൻ്റെ അഭാവത്തിലാണ് അവർ കുറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും പ്രത്യേകിച്ച് ഗ്രന്ഥം കിട്ടാത്ത ആളുകൾ, കപടവിശ്വാസികളല്ല, അവർ അറിഞ്ഞിട്ട് കുറ്റം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ വിചാരണയില്ലാതെ നരകത്തിൽ പോകേണ്ടവരാണ്. അതുകൊണ്ട് മറ്റുള്ള സാധാരണക്കാർ, അതേമാതിരി മറ്റ് ഇതര ജനതകൾ, ഹൈന്ദവർ, ക്രൈസ്തവരൊക്കെ അറിയാതെയാണ് അവർ നിലകൊള്ളുന്നത്. അറിവ് ഖുർആൻ്റെ ആശയമാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുക. കമ്പ്യൂട്ടർ പെരടിയിലുണ്ട്, അതാണ് എല്ലാ തിന്മകളും വിഭാടനം ചെയ്യാനുള്ള ഏകമാർഗം. അവരെ ബോധവാന്മാരാക്കുക. ആ ബോധവാന്മാരാക്കുക വഴി തെറ്റിൽ നിന്ന് അകറ്റി നിർത്തുക. അതുമാത്രമാണ് ബലാത്സംഗം, വ്യഭിചാരം, സ്വവർഗ സംഭോഗം തുടങ്ങി എല്ലാ തിന്മകളും, കവർച്ച, കൊള്ള തുടങ്ങി എല്ലാ പൈശാചികമായ ദുർഗുണങ്ങളും പ്രവർത്തനങ്ങളിൽ നിന്നും മാറിക്കാനുള്ള ഏക ആയുധം അത് മാത്രമാണ് ആ അറിവ് പകർന്നു കൊടുക്കുക. അപ്പോൾ ഏതിൻ്റെ അഭാവത്തിലാണോ നീ കുറ്റം ചെയ്തത്, ആ അറിവ് അവർക്ക് നൽകുക വഴി അവർ ആ കുറ്റത്തിൽ നിന്ന് മാറി നിന്നാൽ നിന്റെ കുറ്റം നന്മകളായി നിഷ്പക്ഷവാനായ റഹ്മാനായ അള്ളാഹു പരിവർത്തിപ്പിച്ചു തരും എന്നാണ്